എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ഇന്ന് നടത്താനിരിക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. വി ഹരിനായരാണ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രപതി. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ നിലവിലത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. നിലവിലത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് നിലവിലെ ഉപരാഷ്ട്രപതി. നിലവിലെ കേരള ജയിൽ വകുപ്പ് മേധാവി ആരാണ്? നിലവിലെ ജയിൽ വകുപ്പ് മേധാവിയാണ് ബൽറാം കുമാർ ഉപാധ്യായ. ബൽറാം കുമാർ ഉപാധ്യായാണ് നിലവിലെ ജയിൽ വകുപ്പ് മേധാവി. നിലവിലെ ISRO ചെയർമാൻ. ഇപ്പോഴത്തെ ISRO ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ കേരള സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ കേരള സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് നിലവിലെ കേരള സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ RBI ഗവർണർ ആരാണ്? ഇന്ത്യയുടെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBI ഗവർണർ. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാറാണ് ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിന്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? കേരളത്തിന്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് KG സനൽകുമാർ. KG സനൽകുമാറാണ് കേരളത്തിന്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് VP സാനു. VP സാനു ആണ് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത്. കേരള സംസ്ഥാനത്തെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാനത്തെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനാണ് VP ജോയ്. VP ജോയ് ആണ് കേരള സംസ്ഥാനത്തെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. ലോകസഭ അവകാശ ലംഘന സമിതി അധ്യക്ഷൻ ആരാണ്? ലോകസഭ അവകാശ ലംഘന സമിതി അധ്യക്ഷനാണ് രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദാണ് ലോകസഭ അവകാശ ലംഘന സമിതി അധ്യക്ഷൻ. നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 15ാം സ്ഥാനത്താണ്. 15ാം സ്ഥാനമാണ് നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് മറിയ കൊറീന മച്ചാഡോ. മറിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിലുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്.
2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ്. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാനുള്ള സംസ്ഥാന നിയമസഭയുടെ ശുപാർശയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് എന്നാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാനുള്ള സംസ്ഥാന നിയമസഭ ശുപാർശ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് എന്നാണ്? 2024 ജൂൺ 24. 2024 ജൂൺ 24 കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാനുള്ള സംസ്ഥാന നിയമസഭയുടെ ശുപാർശയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിനാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പ്രകാരം മികച്ച കോർപ്പറേഷൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പ്രകാരം മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ആൻസർ തിരുവനന്തപുരം കോർപ്പറേഷനാണ് 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പ്രകാരം മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? 2026 കേരള കാളിദാസ കേരളവർമ്മ പുരസ്കാരത്തിന് അർഹനായത് KS രതീഷാണ്. 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആര്? 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത്. പരീക്ഷാകാലത്തെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠന സഹായത്തിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതികൾ. പരീക്ഷാകാലത്തെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠന സഹായത്തിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതികൾ ഏതൊക്കെയാണ്? ആൻസർ ചിരി, ഹോപ്പ് എന്നീ പദ്ധതികളാണ് പരീക്ഷാകാലത്തെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠന സഹായത്തിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏത്? സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആശയവിനിമയ പരിപാടിയുടെ പേര് എന്താണ്? വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആശയവിനിമയ പരിപാടിയുടെ പേര് എന്താണ്? പരീക്ഷാ പേ ചർച്ചയാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആശയവിനിമയ പരിപാടിയുടെ പേര്. 2026 ICC ലോകകപ്പിന് വേദിയായ രാജ്യങ്ങൾ ഏതെല്ലാം? 2026 ICC ലോകകപ്പിന് വേദിയായ രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യ, ശ്രീലങ്ക. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് 2026 ICC ലോകകപ്പ് വേദിയായ രാജ്യങ്ങൾ. 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏത്? 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം. ആൻസർ ഇന്ത്യയാണ് 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം. വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെയും വെബ് പോർട്ടലിന്റെയും പേര് എന്താണ്? വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുതുതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെയും വെബ് പോർട്ടലിന്റെയും പേര് എന്താണ്? ആൻസർ നമ്മുടെ കേരളം. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 2025 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാള നടൻ? മോഹൻലാലിനാണ്
55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാള നടൻ. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആര്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ലീലാവതി. എം ലീലാവതിക്കാണ് 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: വി എസ് അച്യുതാനന്ദൻ, കെ ടി തോമസ്, പി നാരായണൻ. വി എസ് അച്യുതാനന്ദനും കെ ടി തോമസിനും പി നാരായണനുമാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി: എം ഡി വാസുദേവൻ നായർ. എം ഡി വാസുദേവൻ നായർക്കാണ് 2025 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2025 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: പി ആർ ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ശോഭന. പി ആർ ശ്രീജേഷിനും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിനും ശോഭനയ്ക്കുമാണ് 2025 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ: എ ഇ മുത്തുനായകം, കൊല്ലക്കയിൽ ദേവകിയമ്മ, കലാമണ്ഡലം വിമല മേനോൻ. എ ഇ മുത്തുനായകം, കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്കും കലാമണ്ഡലം വിമല മേനോനുമാണ് 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ. 2025 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ഐ എം വിജയൻ, കെ ഓമനക്കുട്ടിയമ്മ. ഐ എം വിജയനും കെ ഓമനക്കുട്ടിയമ്മയ്ക്കുമാണ് 2025 പത്മശ്രീ പുരസ്കാരം കിട്ടിയ മലയാളികൾ. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആർ വൈരമുത്തു. ആർ വൈരമുത്തുവിനാണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവൽ: മായാമനുഷ്യൻ. എൻ പ്രഭാകരന്റെ മായാമനുഷ്യനാണ് 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവൽ. 2025 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്: കെ ജി ശങ്കരപിള്ള. കെ ജി ശങ്കരപിള്ളയാണ് 2025 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്: എൻ എസ് മാധവൻ. എൻ എസ് മാധവനാണ് 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിനാണ് 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചരുവിൽ. അശോകൻ ചരുവിലിനാണ് 2024 48ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 55ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഇ പി രാജഗോപാൽ. ഇ പി രാജഗോപാലിനാണ് 2025 55ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷനാണ് 2025 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? എൻ പ്രഭാവർമ്മ. എൻ പ്രഭാവർമ്മയ്ക്കാണ് 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രതിഭ റായ്. പ്രതിഭ റായ്ക്കാണ് 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കെ പി സുധീര. കെ പി സുധീരയ്ക്കാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്.